എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മെഹറുന്നീസ. ഞാൻ നസീഹ. സൂറത്ത് അൽ കഹ്ഫ്, പേജ് നമ്പർ 295. 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِنْ رَحْمَتِهِ وَيُهَيِّئْ لَكُمْ مِنْ أَمْرِكُمْ مِرْفَقًا. അവർ തമ്മിൽ പറഞ്ഞു, അവരെയും അള്ളാഹുവിനെ ഒഴിച്ച് അവർ ആരാധിച്ചു വരുന്നതിനെയും നിങ്ങൾ വിട്ടകന്നു നിന്ന സ്ഥിതിക്ക് ഇനി ആ ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിക്കുവിൻ. നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തെ നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരികയും നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടുന്ന സൗകര്യം ശരിപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. وَتَرَى الشَّمْسَ إِذَا طَلَعَت تَّزَاوَرُ عَن كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَت تَّقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْهُ ذَلِكَ مِنْ آيَاتِ اللَّهِ مَنْ يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَنْ يُضْلِلْ فَلَنْ تَجِدَ لَهُ وَلِيًّا مُرْشِدًا. സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ വിട്ട് വലത്തോട്ട് ചാഞ്ഞു പോകുന്നതായും അസ്തമിക്കുമ്പോൾ അത് അവരെ മുറിച്ചു കടന്ന് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം. അവരാകട്ടെ അതിൽ നിന്നുള്ള ഒരു വിശാല സ്ഥലത്താകുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആരെയെങ്കിലും നേർമാർഗത്തിലാക്കുന്നതായാൽ അവനാണ് നേർമാർഗം സിദ്ധിച്ചവൻ. അവൻ ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കുന്നതായാൽ അത് അവന് നേർവഴി നൽകുന്നവോ യാതൊരു ബന്ധുവെയും നീ കണ്ടെത്തുന്നതുമല്ല തന്നെ. وَتَحْسَبُهُمْ أَيْقَاظًا وَهُمْ رُقُودٌ وَنُقَلِّبُهُمْ ذَاتَ الْيَمِينِ وَذَاتَ الشِّمَالِ وَكَلْبُهُمْ بَاسِطٌ ذِرَاعَيْهِ بِالْوَصِيدِ لَوِ اطَّلَعْتَ عَلَيْهِمْ لَوَلَّيْتَ مِنْهُمْ فِرَارًا وَلَمُلِئْتَ مِنْهُمْ رُعْبًا. നീ അവരെ കണ്ടിരുന്നുവെങ്കിൽ അവർ ഉണർന്നു കിടക്കുന്നവരാണെന്ന് നീ ധരിച്ചു പോകുന്നതാണ്. അവരാകട്ടെ ഉറങ്ങുന്നവരുമാകുന്നു. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ നായ ഗുഹാമുഖത്ത് അതിന്റെ 2 മുഴങ്കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ്. അവരെ നീ എത്തി നോക്കിക്കണ്ടിരുന്നുവെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിനായി അവരിൽ നിന്നും നീ പിന്തിരിഞ്ഞു പോവുകയും അവർ നിമിത്തം നീ ഭയനിർഭരനായി തീരുകയും ചെയ്യുമായിരുന്നു. وَكَذَلِكَ بَعَثْنَاهُمْ لِيَتَسَاءَلُوا بَيْنَهُمْ قَالَ قَائِلٌ مِّنْهُمْ كَمْ لَبِثْتُمْ قَالُوا لَبِثْنَا يَوْمًا أَوْ بَعْضَ يَوْمٍ قَالُوا رَبُّكُمْ أَعْلَمُ بِمَا لَبِثْتُمْ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَٰذِهِ إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. അപ്രകാരം അവർ അന്യോന്യം ചോദ്യം നടത്തുവാനായി നാം അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവരിൽ നിന്നും ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എത്രയാണ് ഉറങ്ങിക്കഴിഞ്ഞു കൂടിയത്? അവർ പറഞ്ഞു, നാം 1 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസത്തിന്റെ അല്പഭാഗമോ കഴിഞ്ഞുകൂടിയിരിക്കും. തിട്ടം പറയാൻ സാധിക്കാതെ അവർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞുകൂടിയതിനെപ്പറ്റി നിങ്ങളുടെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാണ്. അതിൽ നാം തർക്കിക്കേണ്ട. എന്നാൽ നിങ്ങളെ ഒരാളെ ഈ വെള്ളിയും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക.
എന്നിട്ട് അവൻ അവിടെ ഏത് സ്ഥലമാണ് ഭക്ഷണ സാധനം കൂടുതൽ നല്ലത് എന്ന് നോക്കട്ടെ. അവിടെ നിന്ന് നിങ്ങൾക്ക് വല്ല ആഹാരവും അവൻ വാങ്ങിക്കൊണ്ടുവരട്ടെ. അവൻ കരുതലോടെ വർത്തിക്കുകയും ചെയ്യട്ടെ. നിങ്ങളെപ്പറ്റി ഒരാളെയും അറിയിക്കാതിരിക്കുകയും വേണം. إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. കാരണം നിശ്ചയമായും നിങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിച്ചാൽ അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നിങ്ങളെ അവരുടെ മതത്തിലേക്ക് മടക്കുകയും ചെയ്തേക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.